നമസ്കാരം. ഞാൻ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന സ്നേഹാലയത്തിലെ ഒരു കൊച്ചു ക്ഷേത്രമാണ് ഈ ത്രിമൂർത്തി ക്ഷേത്രം. അപ്പോൾ അതിലേക്കായി നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയർമാൻ പറയുന്നതാണ്. നമസ്കാരമുണ്ട്. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നിലമ്പൂർ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൽ നിന്ന് ആണ്. നിലമ്പൂർ ശ്യാം സുന്ദർ എന്നൊരു പേരും കൂടി എനിക്കുണ്ട്. ചെറിയ പുസ്തക എഴുത്തുകാരനാണ്. 67 ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ മുട്ടിശാന്തി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി പൂരങ്ങൾക്കൊക്കെ ആനപ്പുറം കയറാനും ഭാഗ്യം കിട്ടിയ ഒരു ആളാണ് ഞാനീ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നിലമ്പൂരിലെ അല്ലെങ്കിൽ നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാഞ്ചജന്യം ട്രസ്റ്റിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൻ്റെ എന്ന് പറയാം, അതുമല്ലെങ്കിൽ നിലമ്പൂർക്കാരുടെ സ്വപ്ന പദ്ധതിയായ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്നൊരു മഹാക്ഷേത്രത്തിൻ്റെ അണിയറ പ്രവർത്തനത്തിലാണ് ഞങ്ങളിപ്പോൾ. ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് മരുന്നും ഭക്ഷണം വസ്ത്രവും ചികിത്സാ സഹായം ചെയ്യാൻ വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ചാരിറ്റി ക്ഷേത്രം ഇവിടെ നിലമ്പൂരിൽ തുടങ്ങാൻ പോവുകയാണ്. ആ തുടങ്ങാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്, ഇപ്പോൾ എടുക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. നിലമ്പൂർ ടൗണിൽ തന്നെയാണ്. 5 ഏക്കർ സ്ഥലമാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. പ്രിയമുള്ള ജനങ്ങളെ, ഭക്തജനങ്ങളെ, അല്ലെങ്കിൽ സ്നേഹനിധികളെ, സുമനസ്സുകളെ, പ്രധാനമായ കാര്യം എന്താ വെച്ചാൽ, ഈ ക്ഷേത്രത്തിന് ഭൂമി എടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, കുറച്ച് അധികമായ സംഖ്യയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചാരിറ്റി ക്ഷേത്രത്തിലേക്ക് ജാതി മത രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായിക്കൊണ്ട് എല്ലാ സ്നേഹനിധികളും മനുഷ്യരായിട്ട് നമ്മുടെ സഹജീവികൾക്ക് സഹായം ചെയ്യാനായിട്ട് ഈ ഒരു ക്ഷേത്രം എന്ന സങ്കല്പം അല്ലെങ്കിൽ ഈ സ്വപ്ന പദ്ധതി പൂവണിയാൻ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്തെന്നാൽ, ഇവിടെ വരുന്ന പാവപ്പെട്ട ഭക്തജനങ്ങൾ അല്ലെങ്കിൽ അല്ലാത്ത ഇതര മതസ്ഥർ ആരുമാവട്ടെ, ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന, ചികിത്സയ്ക്ക് പ്രയാസം അനുഭവിക്കുന്ന, പാർപ്പിടത്തിന് വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, ഇതിനെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ കിട്ടുന്ന പണത്തിൻ്റെ പകുതി പണമെങ്കിലും നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നതാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു സഹകാരിയുമായ അല്ലെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഷുഹൈബ് 2 വാക്ക് സംസാരിക്കും. സ്നേഹാലയം ഷുഹൈബ്. ഞാൻ ശ്യാമിൻ്റെ ചെറുപ്പം മുതലുള്ള ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ഈ ക്ഷേത്രത്തെ കാണുന്നത് ഒരൊറ്റ കാഴ്ചപ്പാടിലുള്ളൂ. അവിടുത്തെ ആചാരങ്ങളെക്കാളും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അതൊരു സാധുക്കൾക്കുള്ള, അനാഥകൾക്കുള്ളൊരു മന്ദിരാവും. അവിടെ ആർക്കും കടക്കുക, വിശ്രമിക്കുക. അവിടുന്ന് എല്ലാ ഭക്ഷണങ്ങളും അവിടെ ഞങ്ങൾ സജ്ജീകരിക്കുക. അതാണ് ശ്യാമിൻ്റെ കാഴ്ചപ്പാട്. എന്നോട് ഇടക്കിടക്കത് പറയുന്നുണ്ട്. ആ രീതിയിലാണ് ഞാൻ ആ ക്ഷേത്രത്തെ കാണുന്നത്. വേറെ അർത്ഥത്തിലോ കാര്യത്തിലോ ഒന്നും കാണുന്നില്ല. അതൊരു ആലയമാണ്. എല്ലാവർക്കും അവിടെ വരാം. അവിടെ യഥേഷ്ടം ഭക്ഷണം, ഇപ്പോൾ ശ്യാമ് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതെല്ലാ പ്രവർത്തനങ്ങളും ശ്യാമ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വലിയൊരു മുതൽക്കൂട്ടാവും ഈ ക്ഷേത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. ഈ ക്ഷേത്രം നിലമ്പൂർ പാഞ്ചജന്യം ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം തുടങ്ങാൻ പോകുന്നത്. ഈ ക്ഷേത്രം അല്ലെങ്കിൽ ട്രസ്റ്റ് ഒരു NGO ട്രസ്റ്റാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലൈസൻസുമുള്ള ATG 12 നീതി ആയോഗമൊക്കെയുള്ള ഒരു ട്രസ്റ്റാണ്. ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് 1 സെൻറ്റ് ഭൂമി, ഇപ്പോൾ നമ്മൾ 5 ഏക്കർ സ്ഥലമാണ് മേടിക്കുന്നത്, അതിൽ 1 സെൻറ്റ് ഭൂമിയെങ്കിലും വാങ്ങാൻ അല്ലെങ്കിൽ അതിനുള്ള സഹായം ചെയ്യാൻ സന്മനസ്സുള്ള ആളുകൾ ദയവ് ചെയ്ത് ഞങ്ങളെ വിളിക്കുക. കാരണം ഇത് ടാക്സ് എക്സംഷൻ റെസീറ്റാണ്. ഇൻകം ടാക്സിൽ നിന്ന് 50% നമ്മൾക്ക് ഇളവ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ ഒരു വെട്ടുകല്ല്, നമ്മൾക്ക് ഒരു കല്ലേ തരാൻ സാധിക്കുന്നുള്ളെങ്കിൽ അത് മതി. ഇങ്ങനെ പലതുള്ളി പെരുവെള്ളം എന്ന രീതിയിൽ നിലമ്പൂരിനെ നമ്മൾക്ക് ഒരുപാട് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതഭൂമിയിലെ ഒരു നല്ലൊരു പവിത്രമായ ഒരു ആലയമാക്കി മാറ്റാൻ ഈ ക്ഷേത്രത്തിന് നമ്മൾക്ക് സാധിക്കാൻ നമ്മൾക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ട് നമ്പറും മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളെ ഈ കൊച്ചു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. കാരണം ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന കാശും മറ്റുമാണ് നമ്മളെ ഈ ക്ഷേത്രത്തിനാണെങ്കിലും അന്നദാനത്തിനാണെങ്കിലും ഒക്കെ. ഇത് വെറും ഒരു ക്ഷേത്രമല്ല, മണിയടിച്ച് പൂജ അടിച്ച് വെറുതെ മന്ത്രം ചൊല്ലിയിരിക്കുന്ന ഒരു സാധാ ക്ഷേത്രമല്ല. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ അമ്പലം കമ്മിറ്റി ആവട്ടെ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡാവട്ടെ, എല്ലാവരും കൈയിട്ട് വാരി അത് മറ്റുള്ള ആളുകൾക്ക് മാതൃകാപരമായുള്ള ഒരു ചാരിറ്റിയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നില്ല. എങ്കിലും ചില നല്ല ക്ഷേത്രങ്ങളുണ്ട്. പറ്റേ അവഗണിക്കുകയല്ല, ആക്ഷേപിക്കുകയാണെന്ന് കരുതരുത്.
അപ്പോൾ ഈ ക്ഷേത്രത്തിനെ നമുക്ക് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണം തേടുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി വിശദാംശങ്ങൾ, ഇതൊരു മലയാണ്. ഈ മലയുടെ മുകളിൽ നമ്മൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഓരോരോ സന്യാസി വര്യന്മാരാവട്ടെ, ശ്രേഷ്ഠന്മാരാവട്ടെ, മന്ത്രങ്ങളും അർച്ചനകളും കോടിയർച്ചനകളും അതുപോലെ സഹസ്രനാമങ്ങളും അതുപോലെ പ്രഭാഷണങ്ങളും, എന്തിന് അത് ഭക്തിയിൽ ആറാടുന്ന, അതിലുപരി ചാരിറ്റിയിൽ മാതൃക കാണിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ നമ്പർ 1 ക്ഷേത്രമാക്കി മാറ്റാൻ എല്ലാവരുടെയും സഹായ സഹകരണം തേടുകയാണ്. ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ ഓഫീസ്, പുനരുദ്ധാരണ കമ്മിറ്റി ഓഫീസ് നിലമ്പൂർ ജ്യോതിപ്പടി LIC ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഗാലക്സി അപ്പാർട്ട്മെൻറ്റാണ്. ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്നത് നിലമ്പൂർ കോലത്തുമുറി പുതുവാദ്യാർമഠം കൊട്ടാരം എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു ആലയത്തിലാണ് എന്ന വിവരം കൂടി എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം, പാദ നമസ്കാരം, നമസ്തേ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2ആണ്. ഹിന്ദുക്കളിലെ ജാതി എന്ന വൃത്തികെട്ടൊരു സമ്പ്രദായമുണ്ട്, അറിയാലോ എല്ലാവർക്കും. ഒരു ഹിന്ദു മറ്റൊരു ഹിന്ദുവിനെ കാണുന്നത് രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു തരത്തിലും യോജിപ്പില്ലാത്ത, പകരം മുഖം തിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഹിന്ദുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെ ഉദ്ദേശിക്കുന്നത് ജാതി രാഷ്ട്രീയത്തിന് അതീതമായ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. മാത്രമല്ല, ഈ ക്ഷേത്രം ഒരു തികച്ചും ഭക്ഷണം, വസ്ത്രം, ചികിത്സ, വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പകുതി പണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതിന് കാരണം, ബാക്കി പകുതി പണമാണ് ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഗോശാല, പശുക്കളെ നമ്മൾ അറക്കാൻ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വിൽക്കാൻ കൊടുക്കുന്ന ആ പശുക്കളാവട്ടെ, ആളാവട്ടെ, മാടുകളാവട്ടെ, മിണ്ടാപ്രാണികളെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഗോശാലയ സ്വീകരിക്കുന്നതാണ്. പിന്നെ ഗുരുകുല സമ്പ്രദായമാണ്. എല്ലാവർക്കും നല്ല നല്ല ഭക്തിയും ഭജനയും അതുപോലെ നല്ല നല്ല ക്ലാസ്സുകൾ, മതപഠന ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ ഇതര മതസ്ഥരും ഒക്കെ മതം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. ഹിന്ദുക്കൾക്ക് മതം പഠിക്കാത്തതുകൊണ്ട് മതബോധവും ഇല്ല, വെറും മണ്ണ് നിന്ന കോഴികളെ പോലെ അങ്ങോട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, സ്കൂളിൽ പോകുന്നു, അങ്ങനെ അല്ലെങ്കിൽ നടക്കുന്നു. ക്ഷേത്രമായിട്ടോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ വിശ്വാസമോ ഒന്നുമില്ലാത്ത വെറും ഒരു ഒന്നുമല്ലാത്തൊരു തലമുറയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതിന് നമ്മൾ എല്ലാവരും ഒന്നിപ്പിച്ച് നല്ല രീതിയിൽ അവരെയൊക്കെ വാർത്തെടുക്കുന്ന നല്ലൊരു ഗുരുകുലം തന്നെയാണ് ഈ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത്.